ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മളെ ഈ വീഡിയോ കൊട്ടിയൂരിലേക്കുള്ള യാത്രയെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടാലോ. അപ്പോൾ നമ്മളൊരു ഏകദേശം പുലർച്ചെ 2:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനും ജിത്തേണ്ണും മോനുമാണ് പോയത്, ബൈക്കിലാണ് പോയത്. അപ്പോൾ അത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തി ജിത്തേണ്ണൻ ബൈക്ക് പാർക്ക് ചെയ്യാൻ പോയി. മഴ കിട്ടാഞ്ഞത് വലിയൊരു ഭാഗ്യം തന്നെയായിരുന്നു കേട്ടോ. കാരണം 2 മണി നമ്മൾ എഴുന്നേറ്റപ്പോഴൊക്കെ നല്ല മഴയായിരുന്നു. പക്ഷെ നമ്മൾ ഇറങ്ങിയ സമയത്ത് ഒരു മഴയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതാ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറി. നമ്മൾ പ്ലാറ്റ്ഫോമിലെത്തി. അപ്പോൾ നമുക്ക് വിശന്നപ്പം ഞാൻ കുറച്ച് മുട്ടായിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. രാത്രി പുലർച്ചയ്ക്ക് 3 മണിക്കാണ് നമ്മൾ ആ മുട്ടായിയൊക്കെ എടുത്ത് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ ട്രെയിനൊക്കെ വരാനായിട്ടുണ്ട്. ട്രെയിൻ വന്ന് നമ്മളിതാ കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. ട്രെയിൻ കയറി ഞങ്ങൾ തലശ്ശേരിയാണ് കേട്ടോ ഇറങ്ങിയത്. തലശ്ശേരി ഇറങ്ങി പിന്നെ നമ്മൾ പോയത് KSRTC ബസ്സിലാണ്. അപ്പോൾ 2 മണിക്കൂർ KSRTC യാത്രയ്ക്ക് ശേഷം നമ്മൾ അവിടെ കൊട്ടിയൂർ എത്തി കേട്ടോ. അപ്പോൾ കൊട്ടിയൂർ എത്തിയത് നമ്മൾ ക്ഷേത്രത്തിലേക്ക് തൊഴാൻ വേണ്ടി പോവാണ്. നല്ല മഴയാണ് കേട്ടോ ഗൈസ്, നല്ല മഴയാണ്. അപ്പോൾ ഈ പുഴയിൽ കുളിച്ചിട്ട് വേണം, ഒന്ന് മുങ്ങിയിട്ട് വേണം നമ്മൾ ആ ക്ഷേത്രത്തിലേക്ക് തൊഴാൻ. അപ്പോൾ ഇഷ്ടം പോലെ ജനങ്ങളുണ്ട് കേട്ടോ. ജനത്തിൻ്റെ തിരക്കാണെന്ന് അതാ നിങ്ങൾ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, നല്ല ഒഴുക്കും ഉണ്ടായിരുന്നു നല്ല പുഴയ്ക്ക്. അത് മഴ പെയ്തതിൻ്റെ അതൊരു ഇതിനെ കൊണ്ടായിരിക്കാം കുറച്ച് നേരം മഴ ഗ്യാപ്പ് കിട്ടിയിട്ടോ. അപ്പോൾ നമ്മൾ വേഗം, എന്നാലും മഴ ഗ്യാപ്പ് കിട്ടിയെന്നൊന്നും പറയാൻ പറ്റില്ല, ചാറൽ ഇപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇറങ്ങാണ് കേട്ടോ. തോർത്തുകൊണ്ടൊക്കെ എടുത്തിട്ടാണ് പോകേണ്ടത്. അപ്പോൾ ജിത്തണ്ണും ആരോണും ആദ്യം മുങ്ങാൻ വേണ്ടി പോവുകയാണ്. മതി അത്ര കൊണ്ട് വേണ്ട. മതി. ഇവയ്ക്ക് രണ്ടുപേർക്കും ആ പുഴയിൽ നിന്ന് കൊണ്ട് കയറാൻ തോന്നുന്നില്ലായിരുന്നു കേട്ടോ ഗൈസ്. മുങ്ങിയിട്ടും അവർക്ക് ആ കൊതി അങ്ങോട്ട് തീരുന്നില്ല. ഞാനിങ്ങനെ പറയുന്നുണ്ട് മതി മതിയെന്ന്. മതി. പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകത ഉണ്ട്. ഇവിടുന്ന് കല്ല് മുങ്ങിയെടുത്തിട്ട് ആ കല്ല് രണ്ടും ഉരച്ചിട്ട് നമ്മൾ നെറ്റിയിൽ തൊടണം കേട്ടോ. അപ്പോൾ അവരിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് നെക്സ്റ്റ് ഞാനാണ് ഗൈസ് മുങ്ങുന്നത്. അമ്മ ഇവിടെ മുങ്ങിയേ. അപ്പം മുങ്ങാൻ അല്പം പേടിയുള്ളതും കൊണ്ട് ഞാൻ അധികം മുങ്ങിയില്ല ഗൈസ്. പിന്നെ ചിത്തേണ്ണ ഒരു കൈ പിടിച്ചതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതിലേക്ക് ഇറങ്ങിയത്. തന്നെ ഭയങ്കര പേടിയാണ് കേട്ടോ എനിക്ക്. അപ്പോൾ നമ്മളിതാ മുങ്ങിയെടുത്തെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഞാൻ തപ്പി 2 കല്ലൊക്കെ എടുത്ത് ചന്ദനൊക്കെ അരച്ച് തൊട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഇതാ നിങ്ങൾക്ക് വീഡിയോ തന്നെ വ്യക്തമാവാം. ശരിക്കും എല്ലാവരും ഒന്ന് കാണേണ്ട ഒരു അമ്പലം തന്നെയാണ് കേട്ടോ ഇത്. അതാ ഞങ്ങൾ ആ കോടയൊന്ന് സൂം ചെയ്യുന്നുണ്ട് കേട്ടോ. ആ കോടയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലൊരു കുളിർമയൊക്കെ വരാനുണ്ട് കേട്ടോ. അതും ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ കൂടെ നമ്മൾ ചുറ്റണം. അതും ഒരു ഭയങ്കര ഒരു എന്താ പറയുക, മനസ്സിനൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ് കേട്ടോ. നല്ല മഴയത്ത് ഈറനോടെ കുളിച്ച് നമ്മൾ അതാ അമ്പലത്തിൽ തൊഴുന്നൊരു ഫീല് അതൊന്ന് ഒരു വേറെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ആൾക്കാരെ തിരക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഭയങ്കര തിരക്കുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കർണാടക, ആന്ധ്ര എന്നൊക്കെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. അതപ്പം നല്ല തിരക്കുണ്ടായിരുന്നു ഇന്ന്. ആ തിരക്കിലും നമ്മൾ തൊഴുതു കേട്ടോ. നമുക്ക് എന്തായാലും ദർശനമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ എല്ലാവരും ഒന്ന് ഇവിടെ ഒന്ന് വരണം. വന്നിട്ട് അതാ ഒരു പ്രതീതി നമ്മൾ ആ ഒരു ഉൾക്കൊള്ളണം എന്തൊക്കെയാണെന്നുള്ളതൊക്കെ. ഇനിയും വരാൻ കൊതിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇവിടെ. ഞാനിതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്. ഇനിയും പോകണമെന്ന് ആഗ്രഹമുണ്ട്. മഴയൊക്കെ നല്ലപോലെ നനഞ്ഞു കേട്ടോ. പക്ഷെ പനി പിടിക്കുന്നൊക്കെ പേടിച്ചിരുന്നു. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര വെള്ളത്തിൽ കളിച്ചാലും മഴ പെയ്ത് നമ്മൾ മഴ കൊണ്ടാലും ഒരു അസുഖവും പിടിക്കില്ല കേട്ടോ. അത് ഇതിൻ്റെ വേറൊരു പ്രത്യേകത തന്നെയാണ്, പറഞ്ഞറിയിക്കന്നെ വേണത്. ക്യൂവിൽ നിന്നിട്ടാണ് കേട്ടോ ഓരോരുത്തരുടെ ദർശനം കിട്ടുന്നത്. 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ക്യൂവിൽ നിൽക്കണം. നമ്മൾ ക്യൂവിലൊന്നും നിന്നിട്ടില്ല. നമ്മൾ അന്നദാനത്തിനെ ഷീട്ടാക്കി. അപ്പോൾ അന്നദാനത്തിൻ്റെ ആ ഒരു റെസീറ്റ് കൊണ്ടിട്ട് നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യൂവിലൊന്നും നിൽക്കാണ്ട് നമ്മൾ ദർശനം കിട്ടി. അതിൻ്റെ സന്തോഷം വേറെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാ കണ്ടോ, ക്യൂ എന്ന് പറഞ്ഞാൽ ഇത്രയും നേരം നിൽക്കണം. നമ്മൾ 2.5-3 മണിക്കൂർ നിന്നിട്ടാണ് നമ്മൾ ദർശനമൊക്കെ കിട്ടണം കേട്ടോ.
ഇതും ഒരു സൈഡിലുള്ള ക്യൂ ആണ് കേട്ടോ. ഇതേപോലെ തന്നെ ഈ സൈഡിലും അപ്പുറത്തെ സൈഡിലും ക്യൂ ഉണ്ട്. അപ്പം ക്യൂ ഒക്കെ നമ്മൾ നല്ല മഴയാണ് കേട്ടോ ഗൈസ്. നല്ല മഴ എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ മഴയാണ് ഗൈസ്. ഇന്നാണെങ്കിൽ ഭക്തജനങ്ങളുടെ തിരക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു കേട്ടോ. നിന്ന് തിരിയാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് വീഡിയോ തന്നെ വളരെ വ്യക്തമായിട്ട് ഇത് കാണാം. എന്താണ് അത്രയ്ക്കും ഭക്തി സാന്ദ്രമായിരുന്നു ഇന്ന് കേട്ടോ. നമുക്ക് കണ്ണിന് എന്താ പറയുക, കണ്ണിന് കുളിർമയും മനസ്സിനും ഒരു കുളിർമയൊക്കെ തോന്നിയ നിമിഷങ്ങളായിരുന്നു കേട്ടോ. എന്തായാലും യാത്ര വളരെ മനോഹരമായിരുന്നു കേട്ടോ. ആ മഴ കൂടുതലുള്ളതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ മനോഹരമായിട്ട് തോന്നിയത്. കാരണം മഴയത്ത് ഇങ്ങനെ നടക്കണ സുഖം, ആ മഴയത്ത് അതും ഈ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ നടക്കണ സുഖം അത് വേറെ എവിടെയും കിട്ടൂല കേട്ടോ. അങ്ങനെ നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോവുകയാണ്. ഇനി നമ്മൾ പോകുന്നത് അക്കരെ കൊട്ടിയൂർ എന്നുള്ളൊരു സ്ഥലത്തേക്കാണ് കേട്ടോ. ഇപ്പോഴും ആൾക്കാർ വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴും ആൾക്കാരെ തിരക്ക് കുറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടോ, നനഞ്ഞ ഈറനോടുള്ള ഡ്രസ്സൊക്കെ നമ്മൾ മാറ്റി. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് ഇതാ തൊട്ടടുത്തുള്ള വേറൊരു അമ്പലമാണ് അക്കരെ കൊട്ടിയൂർ കേട്ടോ. അവിടെ ഒന്ന് പോയി തൊഴണം എന്നാണ്. അപ്പോൾ നമ്മൾ അവിടേക്കും കൂടി പോവാണ്. ചുറ്റുപാട് നല്ല നല്ല എന്താ പറയുക, കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചുറ്റുപാട് വാങ്ങാനൊക്കെ. അപ്പോൾ ഇവിടെയും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഇത്ര തിരക്കൊന്നും ഉണ്ടാവലില്ല. അതാ നല്ല തിരക്കുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോഴും മഴ ഉണ്ട് കേട്ടോ. കുടയും ഒക്കെ പിടിച്ചിട്ടാണ് നമ്മൾ കയറുന്നത്. അക്കര ക്ഷേത്രം എന്നാണ് കേട്ടോ അതിന് പറയാം. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് തൊഴുതു. നമ്മൾ ഏകദേശം ഒരു പുലർച്ചെ തുടങ്ങിയിട്ട് 12 മണി വരെ നിർത്താണ്ട് പെയ്ത ഇടയ്ക്കിടയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു മഴയ്ക്ക്. എന്നാലും ആ മഴയൊക്കെ നമ്മൾ കൊണ്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഓടപ്പൂ വാങ്ങാനാണ് കേട്ടോ നമ്മൾ പോയത്. ഇത് നമ്മൾ എല്ലാവർക്കും വാങ്ങി കൊടുക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഓടപ്പൂ ഉണ്ടാക്കുന്നത് നമ്മളൊന്ന് നോക്കിയിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ഓടപ്പൂവൊക്കെ വാങ്ങി നമ്മൾ. ഇത് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അവർ അവിടെ നിന്ന് ഇത് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനൊരു സംഭവമാണ്, ഇത് ഓടപ്പൂവിൻ്റെ ആണെന്നാണ് അവർ പറഞ്ഞത്. അപ്പം ഒരു കുട്ടി അവിടെ നിന്ന് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതും നമ്മളൊന്ന് വീഡിയോ എടുത്തിട്ടോ. അവരോട് ചോദിച്ചിട്ടാണ് എടുത്തത് കേട്ടോ. അവർ പറഞ്ഞു നിങ്ങൾ വീഡിയോ വേണമെങ്കിൽ എടുത്തോളൂ, എന്ത് വേണമെങ്കിലും എടുത്തോളൂ എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതും വാങ്ങി. പിന്നെ KSRTC ഒരു 2 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. ശേഷം നമ്മൾ ട്രെയിനിലേക്കാണ് കയറിയത് കേട്ടോ. ട്രെയിനിൽ തലശ്ശേരിയിൽ നിന്ന് ട്രെയിൻ പിടിച്ചു. വൈകുന്നേരം 5 മണിയായപ്പോഴേക്കും നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ യാത്ര ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കൊക്കെ ചെയ്യുക, കമൻറ്റ് ബോക്സിലേക്ക് നിറയ്ക്കുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ, സി യു.